ഈ മോഹൻലാൽ എന്ന നടനെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ ഒരാളാണ് അവരുടെ അമ്മ. സ്വാഭാവികമാണ്. എങ്കിൽ പോലും ആ അമ്മ ശാന്തകുമാരിയുടെ ഇടപെടൽ, അത് മാത്രമല്ല കലാരംഗത്തേക്കുള്ള മോഹൻലാലിൻ്റെ ഓരോ ഒഴുക്കിനും പ്രോത്സാഹനമായി നിന്നത്. സാധാരണഗതിയിൽ മോഹൻലാലിൻ്റെ അച്ഛൻ വളരെ സംസാരിക്കുകയോ മറ്റും അത്തരത്തിലൊരു ടോക്കറ്റീവ് ആയിരുന്നില്ല. പക്ഷേ അമ്മയിലൂടെയാണ് യഥാർത്ഥത്തിൽ തൻ്റെ കലാകാരൻ പുഷ്പിച്ചത് എന്നൊക്കെ മോഹൻലാൽ പല ഘട്ടങ്ങളിലും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. തീർച്ചയായും അമ്മയുടെ ഒരു പ്രിയപ്പെട്ട മകൻ തന്നെയാണ് മോഹൻലാൽ. മോഹൻലാലിനെ ഒരു കലാകാരനായി വാർത്തെടുത്തതിലൊക്കെ തന്നെ അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം അമ്മ ഇപ്പോഴും പല ഇന്റർവ്യൂകളിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞതാണ്, മകൻ ഇത്തരത്തിൽ ഈ ആദ്യകാല സിനിമകളിൽ അഭിനയിച്ച് കാണിച്ച പല ചേഷ്ടകളും വീട്ടിലും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാറുള്ള ഒരു മകനാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ കുട്ടിത്തങ്ങളും അത്തരത്തിലുള്ള എല്ലാ പ്രകടനങ്ങളും വീട്ടിലും ഉണ്ട് എന്ന് പല ഇന്റർവ്യൂകളിലായിട്ട് അമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത്രത്തോളം ഒരു ലാളിത്യമുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള നമ്മൾ കാണുന്ന മോഹൻലാല് ഈ അമ്മ കഥാപാത്രങ്ങളടക്കം അമ്മയോടുള്ള നമ്മളുടെ ഈ സിനിമകളിൽ കാണുന്ന മോഹൻലാലിന്റെ എല്ലാം ശൈലി അത് വീട്ടിലുമുണ്ട് എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരി. അത്തരത്തിൽ ഒരുപാട് സ്നേഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് ലാളിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് അവർക്ക് ഒരു സ്ട്രോക്ക് വരികയും പിന്നീട് വീട്ടിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നെങ്കിൽ പിന്നീട് എളമക്കരയുടെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഇവിടെ പൂർണ്ണമായും ഇത്തരത്തിൽ ചികിത്സയും ഒപ്പം വീട്ടിൽ മാത്രം ഒതുക്കിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക്. അങ്ങനെയാണ് മോഹൻലാല് ഇടയ്ക്കിടെ അമ്മയെ കാണാൻ കൊച്ചിയിലെത്തുകയും അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നത്. അവസാന നാളുകളിൽ പോലും അമ്മയെ പരിചരിച്ച് അമ്മയുടെ ഒപ്പം മോഹൻലാല് കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും മോഹൻലാൽ എന്ന നടനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അച്ഛൻ പോയതിനു ശേഷം പൂർണ്ണമായും മോഹൻലാലിന്റെ ഒരു നടൻ എന്ന് പറയുന്നത് അമ്മയായിരുന്നു. എല്ലാത്തിനും പിന്തുണച്ച് കൂടെ നിന്ന് തന്നെ ഒരു നടനാക്കി മാറ്റുന്നതിലെല്ലാം തന്നെ മുഖ്യ പങ്ക് വഹിച്ചത് അമ്മയാണെന്ന് ഇപ്പോഴും മോഹൻലാൽ പറയും. അത്തരത്തിൽ സിനിമയിലെ നമ്മൾ കാണുന്ന മോഹൻലാൽ, അതായത് അമ്മ കഥാപാത്രങ്ങളുള്ള മോഹൻലാലിന്റെ ശൈലി അത് തന്നെയാണ് മോഹൻലാൽ എന്ന വ്യക്തി ജീവിതത്തിലും അമ്മയോട് പുലർത്തിയിരുന്നതെന്നാണ് അവർ പല ഇന്റർവ്യൂകളിലായി പറഞ്ഞത്. അതേ ശൈലിയിൽ അമ്മയെ സ്നേഹിക്കുകയും അമ്മയെ പരിചരിക്കുകയും ചെയ്തൊരു മകനാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് എന്ത് ജീവിതത്തിൽ സന്തോഷമുണ്ടായാലും അല്ലെങ്കിൽ എന്ത് വളർച്ച ഉണ്ടായാലും ആദ്യം അമ്മയെ കാണാനെത്തുന്നതും അമ്മയോട് അനുഗ്രഹം തരുന്നതും അത്തരത്തിലുള്ള ഒരു സാന്നിധ്യമാണ് മോഹൻലാലിനെ നഷ്ടമായിട്ട് മോഹൻലാലിന്റെ ജീവിതത്തെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം അച്ഛന്റെയും സഹോദരന്റെയും എല്ലാം തന്നെ നഷ്ടം അതിനിടെ ഇപ്പോൾ അതുണ്ടായിരുന്ന താങ്ങായി തണലായി ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന അമ്മയും കൂടി നഷ്ടമാവുകയാണ്. എന്തായാലും മോഹൻലാലിന്റെ വാർത്തയിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ശാന്തകുമാരി. അവരുടെ വിയോഗം ഏറെ ദുഃഖമുണ്ടാക്കുന്നത് തന്നെയാണ്. തീർച്ചയായും. കാരണം ഇപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ വളരെ ക്ലാസിക്കൽ ടച്ച് നടത്തുന്ന ഒരു നടനാണ്. ഈ എല്ലാ അർത്ഥത്തിലും മോഹൻലാൽ ഇനി ഏറ്റവും നിലവാര തകർച്ചയുള്ള ഒരു സിനിമയിൽ പോലും മോഹൻലാലിൻ്റെ അഭിനയത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. കാരണം ആ അർത്ഥത്തിലൊരു ജെനുവിൻ കലാകാരനാണ്, മലയാളിക്കറിയാം. അമ്മയുടെ പ്രിയപ്പെട്ട മകൻ എന്ന അർത്ഥത്തിൽ മോഹൻലാൽ ഈ അഭ്രപാളികളിൽ എത്തുമ്പോൾ ഒരുപക്ഷെ അതിനെ ആ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇൻ്റർവ്യൂ ആയാലും അതിൻ്റെ പ്രൊമോഷനിൽ ഒക്കെ മോഹൻലാലിൻ്റെ അമ്മയുമായിട്ടാണ് കണക്ട് ചെയ്യാറുള്ളത്. അത്തരത്തിലൊരു ഊഷ്മളവും ഹൃദ്യവുമായ അമ്മ മകൻ ബന്ധം അത് എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷെ മോഹൻലാലിൻ്റെത് അഭ്രപാളികളിൽ പോലും അത് പ്രതിഫലിച്ച് നാം കാണാറുണ്ട്. അതൊന്ന്. രണ്ട്, ബ്ലസ്സിയുടെ അൽഷിമേഴ്സ് ബാധിക്കുന്ന മോഹൻലാലിൻ്റെ ചിത്രം, ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ തനിക്ക് ആകുന്നില്ല. കാരണം മോഹൻലാലിൻ്റെ ആ ഒരു അവസ്ഥ, മകൻ്റെ ആ ഒരു അവസ്ഥ കാണാനാകുന്നില്ല എന്ന രീതിയിൽ ആ പടം പകുതിയായി കാണാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കരഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ആ അമ്മയും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ അമ്മയുടെയും മകൻ്റെയും ബന്ധം കലാലോകത്തും ആ അർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നതാണ്. അതാണ് ഈ വിടവാങ്ങലിലൂടെ നമുക്കൊരു വലിയ നഷ്ടമായി മാറുന്നത്.